വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻ. സ്റ്റുഡൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ആണ്, അതായത് അമൈൻസ് ആണ്. നമുക്കറിയാം 4 ഓർഗാനിക് ചാപ്റ്റേഴ്സ് ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ പറയുന്നത് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ അമൈൻസ് ആണ് ഏറ്റവും കുറച്ച് ചെറിയ ചാപ്റ്റർ ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സിനും 4 മാർക്ക് വെച്ചിട്ടാണ് വെയിറ്റേജ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. പക്ഷെ ഒരുപാട് പേര് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിന് പോകാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർ പൊതുവെ പറയാറുണ്ട് ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ടഫാണ്. അത്ര ടഫൊന്നുമല്ല. അത് നമ്മളിങ്ങനെ കുറേ ചവറ് പോലെ പഠിക്കാനുണ്ട്. കുറച്ച് റബ്ബിഷായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താവും, ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും എല്ലാം കൂടെ ആകെ കുളവും എക്സാമിന്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, അത് മാത്രം റിവൈസ് ചെയ്തിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ എക്സാമിനെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ശരിയല്ല? അപ്പോൾ 4 മാർക്ക് വെയിറ്റ് ചില ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. എല്ലാം അമൈൻസിനും 4 മാർക്ക് ഉണ്ട്. ഇത് കുറച്ച് ചെറിയ ചാപ്റ്റർ ആണ്. അപ്പോൾ അമൈൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പേരിൽ തന്നെ ഉണ്ട് അമൈൻ അല്ലെ. അതായത് അമോണിയന്റെ ഡെറിവേറ്റീവ് ആണ് അമൈൻ. അതായത് NH3 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമോണിയ എന്ന് പറയുന്നത്. അമോണിയയിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, ശരിയല്ലേ? 3 ഹൈഡ്രജൻ ഉണ്ട്. ഇതില് ഒരു ഹൈഡ്രജൻ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതായത് ഇവിടെ എത്ര ഉണ്ട്, 2 ഉണ്ട് അല്ലെ. ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്തു, പോയി. ആ പോയ ഹൈഡ്രജന് പകരം ഒരു ആൽക്കൈലോ അറൈലോ ഗ്രൂപ്പ് വരിക. ഒരു CH3 എന്ന് പറഞ്ഞ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. ഇങ്ങനെ 1ഓ 2ഓ അല്ലെങ്കിൽ മുഴുവനും, അതായത് എല്ലാ ഹൈഡ്രജനും റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈലോ അറൈലോ. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാലോ. NH3 ആണ് നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ഒരു ഹൈഡ്രജന് പകരം ഒരു CH3 വന്നു. 2 ഹൈഡ്രജന് പകരം നമുക്ക് വരികയാണെങ്കിൽ എത്ര H ഉണ്ട്, 3 H അല്ലേ. 2 H പോയി. ഇവിടെ ഒരു CH3 വരും. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു CH3 വരും. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈലോ അറൈലോ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അമൈൻ എന്ന് പറയാം. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാം, 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാം. ആകെ 3 ഹൈഡ്രജൻ ആണ്. 3 ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് അമൈൻസ് ഫോം ചെയ്യാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അമൈൻസിന്റെ ഇൻട്രോ പാർട്ടിൽ നമുക്ക് എന്താണ് അമൈൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം എന്താണ് ആ സാധനം. ഇപ്പൊ എന്താ പറയാ, ആദ്യം നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇപ്പൊ അമൈൻ ആണെങ്കിൽ എന്താണ് അമൈൻ എന്ന് പറഞ്ഞു തന്നില്ലേ, അതേപോലെ അമൈനെ കുറിച്ച് പഠിക്കുക. പിന്നെ നമുക്ക് അറിയേണ്ടത് അതിന്റെ അതിന്റെ IUPAC നെയിമാണ്, അതിനെങ്ങനെ പേരിടണം അത് നമുക്ക് അറിയിക്കണം. ഒരു 4 എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ പേരിടാം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം, ഉണ്ടാക്കാം, എങ്ങനെ കെമിക്കൽ റിയാക്ഷനിലൂടെ ഉണ്ടാക്കാം അറിയണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാത്തിലും. കെമിസ്ട്രി ആയതുകൊണ്ട് എന്തായിരിക്കും കൂടുതൽ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസും കൂടെ ഉണ്ടാവും. അതോടുകൂടിയിട്ട് എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സും കഴിയും. ഇത് 4 5 ടോപ്പിക്സേ ഉണ്ടാവും. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള എന്താണ് സാധനം, അതായത് എന്താണ് അമൈൻ എന്നുള്ള ടോപ്പിക് കഴിയും. ഇനി നമുക്ക് അടുത്ത് എന്ത് പിടിക്കണം, അതിന് പേരിടണം അല്ലെ. ഓരോന്നിനും നമ്മൾ ഒരു പേരിടണ്ടേ. ഓക്കെ, നമ്മൾ പേരിടാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ എക്സാമ്പിൾ ഇടാം. CH3 CH2 NH2. നമ്മൾക്കറിയാം ഇതിലെ 3 ഹൈഡ്രജന് പകരം ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്, ശരിയല്ലേ? ഒരു ഹൈഡ്രജൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ഒരു കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, മെത്ത് എന്ന് പറയും അല്ലെ. നമ്മൾ ചെറുപ്പം കൊണ്ട് പഠിക്കേണ്ടതാണ് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, മെത്ത് എന്ന് പറയും. 2 എണ്ണം ഉണ്ടെങ്കിൽ മെത്ത്, എത്ത് എന്ന് പറയും, ശരിയല്ലേ? അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 2 കാർബൺ ഉണ്ട്. 2 കാർബണും ഒരു അമൈനും, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എത്തനാമൈൻ എന്ന് പറയാൻ പറ്റും. കാരണം 2 കാർബൺ, അപ്പൊ നമ്മൾ എന്ത് പറയണം, എത്തെന്ന് പറയണം അല്ലെ. ഇത് അമൈൻ അല്ലേ, അപ്പൊ എന്ത് ചെയ്യണം, എത്തനാമൈൻ എന്ന് പറയും. മനസ്സിലായില്ല? ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ, മെത്ത് എന്നൊക്കെ സംഭവം അറിയണം, അതൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത ഞാൻ എക്സാമ്പിൾ ഇടാം. CH3 CH2 CH2 NH2. ഓക്കെ, ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഇതെങ്ങനെ ചെയ്യാം, നമുക്കറിയാം മെത്ത്, എത്ത്, പ്രൊപ്പ് അല്ലെ. 3 കാർബൺ ആണ്. 1 2 3 കാർബൺ. നമ്മൾ ആദ്യത്തെ കാർബൺ നമ്മൾ മെത്ത് എന്ന് പറയും, രണ്ടാമത്തെ കാർബൺ എന്ത് പറയും, എത്ത് എന്ന് പറയും, മൂന്നാമത്തെ കാർബൺ നമ്മൾ പ്രൊപ്പ് എന്ന് പറയും. ഇപ്പൊ 3 കാർബൺ ഉണ്ട്, മെത്ത്, എത്ത്, പ്രൊപ്പ്. നമ്മളിപ്പോ എന്ത് പറയും, പ്രൊപ്പ് അമൈൻ. അപ്പൊ പ്രൊപ്പനാമൈൻ എന്ന് പറയും അല്ലേ, പ്രൊപ്പനാമൈൻ എന്ന് പറയും. അല്ലെങ്കിൽ ചില ബുക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പൊസിഷൻ പറയുന്നത് പ്രൊപ്പ് 1 അമൈൻ എന്ന് പറയും. അതായത് 1ാമത്തെ സ്ഥാനത്താണ് എന്തുള്ളത്, അമൈൻ ഉള്ളത്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുക. 1 2 3 എന്ന് പറഞ്ഞ് ഇവിടെ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1ാമത്തെ പൊസിഷൻ അല്ലെങ്കിൽ 1ാമത്തെ സംഭവത്തിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, NH2 അല്ലെങ്കിൽ അമൈൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയും പറയാം. പക്ഷെ ഇതിനെ വളരെ കൺഫ്യൂസ് ചെയ്യുന്നത് വെച്ച് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പ്രൊപ്പനാമൈൻ. തെറ്റൊന്നുമില്ല, ഫുൾ മാർക്ക് കിട്ടും. അടുത്തത് നെക്സ്റ്റ്
ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഞാൻ എഴുതാം. CH3 CH NH2 CH3. ഇതിലൊരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം എന്താണ്? നമ്മുടെ ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത്, ബ്രാഞ്ചിങ് എന്നല്ല ഇതിനെ പറയാം, ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? താഴോട്ടാണ് അല്ലെ. നടുക്കുള്ളൊരു ആൽക്കൈൽ ഗ്രൂപ്പിന്റെ താഴോട്ടേക്കായിട്ടാണ് നമ്മുടെ അമൈന്റെ ബ്രാഞ്ചിങ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മെത്ത് എത്ത് പ്രൊപ്പാണ്, ശരിയല്ലേ? 3 കാർബൺ ഉണ്ട്, മെത്ത് എത്ത് പ്രൊപ്പാണ്. പക്ഷെ നമുക്ക് ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ, അതായത് രണ്ടാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ താഴെ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ പൊസിഷൻ, അതായത് നമ്പർ നമുക്ക് പറയണം. നേരത്തെ ഞാൻ പറഞ്ഞേ പ്രൊപ്പനാമൈൻ, അതുപോലെ ഇതിൽ എഴുതരുത്. നമ്മളിവിടെ എഴുതണം പ്രൊപ്പ് 2 അമൈൻ എഴുതണം. പ്രൊപ്പ് 2 അമൈൻ, അതായത് എന്താണ്? 1 2 3 അല്ലെ. രണ്ടാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ താഴെയാണ് NH2 ഉള്ളത്, അതാണ് ഈ 2 എന്ന് പറയുന്നത്. പ്രൊപ്പ് രണ്ടാമത്തെ പൊസിഷനിൽ അമൈൻ, പ്രൊപ്പ് 2 അമൈൻ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ അടുത്ത നെയിമിംഗ്. ഇനി നമുക്ക് കുറച്ച് വേറെ നെയിമിംഗ് നോക്കാം കേട്ടോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നെയിമിംഗ്. ഓക്കെ, ഇനി ഞാൻ നമുക്കൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് ബെൻസീനൊക്കെ അറിയില്ലേ? ബെൻസീനൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ബെൻസീൻ റിങ്ങിന്റെ മേലെ NH2 വരികയാണെങ്കിൽ, ബെൻസീന്റെ മേലെ NH2 വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്ക് എന്ത് പറയാം? NH3ന്റെ ഒരു H വന്നിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ബെൻസീൻ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബെൻസീന്റെ മേലെ NH2 വരികയാണെങ്കിൽ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. എന്താണ്? അനിലിൻ. അനിലിൻ എന്ന് പറയും. നമുക്ക് മറ്റേതുപോലെ ഗസ് ചെയ്യാൻ പറ്റില്ല, ഈ പേര് പഠിക്കുക തന്നെ വേണം അല്ലെ? അനിലിൻ. അപ്പൊ ബെൻസീൻ റിങ്ങിന്റെ മേലെ NH2 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും? അനിലിൻ എന്ന് പറയും. അടുത്ത എക്സാമ്പിൾ കേട്ടോ, അതേ ബെൻസീൻ റിങ് തന്നെയാണ്. ബെൻസീൻ റിങ്ങിന്റെ മേലെ NH2, അതിന്റെ താഴത്തെ പൊസിഷനിൽ Br. ഓക്കെ, ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? നമുക്കറിയാം. ഇത് നമ്മൾ Br മാറ്റി കഴിഞ്ഞാൽ എന്താ സാധനം? അനിലിനാണ്, ശരിയല്ലേ? Br മാറ്റി കഴിഞ്ഞാൽ അനിലിനാണ്. നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? ജസ്റ്റ് അനിലിൻ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഇവിടെ എന്തുണ്ട്? ബ്രോമിൻ ഉണ്ട്. ബ്രോമിന്റെ പൊസിഷൻ അവിടെ പറയണം. ബ്രോമിൻ ഏത് പൊസിഷനിലാണ്? പാരാ പൊസിഷനിലാണ്. പാരാ പൊസിഷനിലാണ് ബ്രോമിൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? പാരാ ബ്രോമോ അനിലിൻ എന്ന് പറയാൻ പറ്റും. പാരാ ബ്രോമോ അനിലിൻ. അത് അനിലിനാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഏത് സാധനമാണ് ഇവിടെ ഇരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ പൊസിഷൻ ആദ്യം എഴുതിയിട്ട് പാരാ ബ്രോമോ അനിലിൻ. അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ P ബ്രോമോ എന്നും കാണാറുണ്ട്. പാരയ്ക്ക് വരെ ജസ്റ്റ് P എന്ന് എഴുതി കാണാറുണ്ട്. അപ്പൊ പാരാ ബ്രോമോ അനിലിൻ. ഇതേ തന്നെ ഞാൻ വേറൊരു വഴിയിലൂടെ കാണിച്ചു തരാം. അതായത് ഇതിപ്പോ നമ്മൾ പാരാ ബ്രോമോ അല്ലേ പഠിച്ചത്, ഇതേ ബ്രോമിൻ ഞാൻ മാറ്റിയിട്ട് ഇവിടെ വെക്കുകയാണെന്ന് വിചാരിക്കുക. താഴെ ഞാൻ പാരാ പൊസിഷനിൽ വെച്ച ബ്രോമിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വെച്ചു. നമ്മൾ ഇതിന് എന്ത് പറയും? ഇത് ഏതാ പൊസിഷൻ? ഇതെന്താണ്? ഓർത്തോയാണ്. ഓർത്തോ പൊസിഷൻ. ഇത് ഓർത്തോ, ഇത് പാര, ശരിയല്ലേ? അപ്പൊ ഇത് ഓർത്തോ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് പേര് എങ്ങനെ എഴുതാൻ പറ്റും? ഓർത്തോ ബ്രോമോ അനിലിൻ എന്ന് എഴുതാൻ പറ്റും. നേരത്തെ എഴുതിയില്ലേ പാരാ ബ്രോമോ അനിലിൻ, അതേപോലെ ഓർത്തോ ബ്രോമോ അനിലിൻ. അപ്പൊ ഓർത്തോ ഏതാണ്, പാര ഏതാണെന്ന് അറിഞ്ഞു വെക്കുക. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്ന് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്ത് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ നെയിമിങ് കഴിഞ്ഞു, എന്താണ് അമൈൻ പഠിച്ചു അല്ലെ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടുപോയതാണ് പറയാൻ, തുടക്കത്തിൽ പറയാനായിരുന്നു. നമുക്ക് 3 തരത്തിലുള്ള അമൈൻസ് ആണ് ഉള്ളത്. ഓക്കെ, അമൈൻസ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി അമൈൻസ്, സെക്കൻഡറി അമൈൻസ് ആൻഡ് ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് ടെറിഷറി അമൈൻസ്. അപ്പൊ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടെറിഷറി പറയണം, ശരിയല്ലേ? ഞാൻ പറഞ്ഞിരുന്നു അമോണിയന്റെ ഓരോ എച്ചിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അമൈനുകൾ കിട്ടുന്നത്. നമ്മളിപ്പോ ഒരു എച്ചിനെയാണ് ഞാൻ റീപ്ലേസ് ചെയ്തതെന്ന് വെക്കുക. അതായത് 3 എച്ച് കൊണ്ട് എത്ര എച്ച് ആയി? 2 എച്ച് ആയി. ഒരെണ്ണം ഞാൻ എടുത്തു, റീപ്ലേസ് ചെയ്തു. വേറൊരു സംഭവം വെച്ചിട്ട് R എന്ന് വെച്ചൊരു സാധനം വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രൈമറി അമൈൻസ് എന്ന് പറയാം. അതായത് ഒരു എച്ചിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തതെങ്കിൽ അത് പ്രൈമറി അമൈൻസ്. ഓക്കെ, നമുക്ക് അടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അടുത്തെന്തായിരുന്നു? 3 എച്ച് നമ്മൾ എന്ത് ചെയ്തു? 2 എച്ച് റീപ്ലേസ് ചെയ്തെന്ന് വിചാരിക്കുക. 2 എച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ 2 എണ്ണം വരും അല്ലേ? 2 എണ്ണം വരും. ഒന്ന് R വരും, ഒന്ന് R' വരും. 2 സാധനങ്ങൾ വരുമല്ലോ. നമ്മൾ 2നെയും R ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒന്നിനെ R ആയിട്ട് കൊടുത്തു, ഒന്നിനെ നമ്മൾ എന്ത് R' ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ ഇതിന് എന്തെന്ന് പറയാൻ പറ്റും? സെക്കൻഡറി അമൈൻ എന്ന് പറയാൻ പറ്റും. 2 എച്ചിനെയാണ് റീപ്ലേസ് ചെയ്തെങ്കിൽ സെക്കൻഡറി അമൈൻ. അപ്പൊ നമുക്ക് ലാസ്റ്റ് വൺ എന്തുണ്ട്? 3 എച്ച് ഉള്ളൂ, 2 റീപ്ലേസ് ചെയ്തു. അവസാനം 1 ഉള്ളൂ. 3 റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ, എച്ച് ഇല്ലാതെ നമുക്ക് എന്ത് വരും? N എഴുതാം, R'
ഡബിൾ ഡാഷ് ശരിയല്ലേ? ആർ വെച്ച് റീപ്ലേസ് ചെയ്ത് ഒരു എച്ചിനെ, ആർ ഡാഷ് വെച്ച് രണ്ടാമത്തെ എച്ചിനെ, ആർ ഡബിൾ ഡാഷ് വെച്ച് മൂന്നാമത്തെ എച്ചിനെ, 3 എച്ചിനെ ഞാൻ 3 സമം വെച്ച് റീപ്ലേസ് ചെയ്തു. 3 മാർക്ക് നമുക്ക് എന്ത് കിട്ടും? ടെറിഷറി അമൈൻസ് എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, ടെറിഷറി എന്താണെന്ന് അറിഞ്ഞു വെക്കുക. അത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് അങ്ങനെ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ഈ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് കിടക്കാൻ പോകണം. ഓർഗാനിക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ സെക്ഷൻ, അതായത് എങ്ങനെയാണ് അമൈൻസിനെ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ നമ്മൾ അമൈൻസിനെ ഉണ്ടാക്കും അല്ലെ? നമ്മൾ എല്ലാ ഓർഗാനിക്കിലും പഠിക്കാനുണ്ട്. എന്താണ് ഓർഗാനിക് സംഭവം, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കുറച്ച് റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമിന് എങ്ങനെ ചോദിക്കും, എങ്ങനെ അമൈനിനെ പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ LKG ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. എങ്ങനെ ചോദിക്കും? ഒരു റിയാക്ഷൻ തരും. എന്നിട്ട് എവിടെയെങ്കിലും ബ്ലാങ്ക് ഇട്ടിട്ട് ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യാനോ, അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്തിട്ട് അതിന്റെ പ്രൊഡക്റ്റ് എന്താണ്, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിക്കും. നമ്മൾക്ക് എന്താവും, ഇപ്പൊ പഠിക്കുമ്പോഴൊക്കെ ആഹാ അത്രേ ഉള്ളൂ എന്ന് പറയും. 4 എണ്ണം പഠിക്കുമ്പോൾ എല്ലാം കൂടെ ആകെ മിസ്മാച്ച് ചെയ്തിട്ട് ഇത് ഏതാണ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തറോ ആയിട്ട് തന്നെ പഠിക്കണം. ഞാൻ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ റബ്ബിഷ് ആയിട്ട് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് ടു പോയിന്റ് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം എങ്ങനെ നമുക്ക് അമൈൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട് പേര് തന്നെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് അല്ലെ? എന്താണ്? നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയാം. ശരിയല്ലേ? നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകളെ നമ്മൾ നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയും. ആ നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ നടത്തുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? +1 റിഡോക്സ് റിയാക്ഷൻസ് ഒക്കെ പഠിച്ചതല്ലേ? എന്താണ് റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനെ കളയുക അല്ലെങ്കിൽ ഹൈഡ്രജനെ മേടിക്കുക. ഹൈഡ്രജൻ വരിക അല്ലെങ്കിൽ ഓക്സിജൻ പോകുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം, ഒരു റിയാക്ഷൻ എഴുതാം കേട്ടോ. ബെൻസീൻ, ബെൻസീന്റെ കൂടെ NO2, നൈട്രോ ബെൻസീൻ എന്ന് പറയും അല്ലെ? നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകളെയാണ് നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയും. ഇതിൽ നൈട്രജൻ അടങ്ങിയ ഒരു കോമ്പൗണ്ട് അല്ലേ, NO2 അല്ലേ? ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? റിഡക്ഷൻ നടത്തണം. റിഡക്ഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? റെഡ്യൂസിങ് ഏജന്റ് വേണം. ശരിയല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ബാർ പലേഡിയം, ഹൈഡ്രജൻ ബാർ പലേഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് എത്തനോൾ. ഈ എത്തനോൾ മറന്നാലും ഹൈഡ്രജൻ ബാർ പലേഡിയം മറക്കരുത് കേട്ടോ. ഹൈഡ്രജൻ ബാർ പലേഡിയം. നമുക്ക് എന്താണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്, നമ്മൾ എന്താണ് നിർമ്മിക്കുന്നത്, എന്താണ്? അമൈൻ അല്ലേ? അമൈനാണ്. അപ്പൊ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. അമൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? അമൈൻ ആയിരിക്കും. അപ്പൊ ബെൻസീന്റെ മേലെ NH2, ശരിയല്ലേ? ഈ NO2 വരെ എന്ത് വന്നു? NH2 വന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്തു? കളഞ്ഞു. ഓക്സിജൻ കളയാൻ വേണ്ടിയിട്ടാണല്ലോ റിഡക്ഷൻ നടത്തുന്നത്. ഈ ഓക്സിജനെ ഞാൻ കളഞ്ഞിട്ട് അതിന് പകരം എന്ത് കൊണ്ടുവന്നു? ഹൈഡ്രജൻ കൊണ്ടുവന്നു. ഇതാണ് ആദ്യത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമൈൻസ് എന്ന് പറയുന്നത് ഫ്രം നൈട്രോ കോമ്പൗണ്ട്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഹൈഡ്രജൻ ബാർ പലേഡിയം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഇവിടെ മേ ബി ഹൈഡ്രജൻ ബാർ പലേഡിയം തരാം, അല്ലെങ്കിൽ അയൺ ബാർ HCl തരാം, Fe ബാർ HCl ഒക്കെ തരാം കേട്ടോ. ഇത് കരുവാണെങ്കിൽ തരാം. നോട്ട്സ് വല്ലതും റെഫറൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഹൈഡ്രജൻ ബാർ പലേഡിയം ആണ് ഇമ്പോർട്ടൻസ്. ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ നോക്കാം. സെക്കൻഡ് പ്രിപ്പറേഷൻ. അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ തന്നെയാണ്. റിഡക്ഷൻ ഓഫ് അമൈഡ് ആണ്. അമൈഡ്. ഓക്കെ, റിഡക്ഷൻ ഓഫ് അമൈഡ്. റിഡക്ഷൻ ഓഫ് അമൈഡ്. അപ്പൊ അമൈഡ് എന്താണെന്ന് ആദ്യം അറിയണം. എന്നാലും നമ്മൾ അമൈഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് സാധനം എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ആദ്യം നമുക്ക് എന്താണെന്ന് അറിയണം. അമൈഡ് എന്താണെന്ന് അറിയണം. അമൈഡ് എന്ന് പറയുന്നത് RC⋯ONH2. തുടക്കത്തിൽ കാണുമ്പോൾ എന്താ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ കുറച്ച് തവണ നമ്മൾ 2-3 റിയാക്ഷൻ ചെയ്യുമ്പോൾ അമൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരണം RC⋯ONH2. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? അമൈഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അമൈഡിനെ റിഡക്ഷൻ നടത്തണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണം? റെഡ്യൂസിങ് ഏജന്റ് വേണം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച റെഡ്യൂസിങ് ഏജന്റ് ഏതായിരുന്നു? ഹൈഡ്രജൻ ബാർ പലേഡിയം ആയിരുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. അതായത് LiAlH4. Li എന്ന് പറയുന്നതാണ് ലിഥിയം, ലിഥിയം അലുമിനിയം Al ഹൈഡ്രൈഡ് H4, ഹൈഡ്രജൻ H4. ഓക്കെ, ഇതാണ് നമ്മുടെ അമൈഡ് റെഡ്യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? അമൈൻ കിട്ടണം അല്ലെ? RCH2NH2. എന്താണ് മാറ്റം? എന്താണ് വ്യത്യാസം വന്നത്? ഇതിൽ ഈ ഡബിൾ ബോണ്ട് O ഇല്ലേ? ഈ ഡബിൾ ബോണ്ട് O പോയിട്ട് ഇവിടെ എന്ത് വന്നു? H2 വന്നു. ഇവിടെയും റിഡക്ഷൻ സംഭവിച്ചു. ഓക്സിജൻ പോയി, പകരം എന്ത് വന്നു? ഹൈഡ്രജൻ വന്നു. അപ്പൊ മനസ്സിലാക്കി പഠിക്കുക. വെറുതെ ഇങ്ങനെ മക്കപ്പ് ചെയ്തിട്ട് കുറെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് കഴിഞ്ഞു? റിഡക്ഷൻ ഓഫ് അമൈഡ് കഴിഞ്ഞു കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മറ്റേതിലും ഇമ്പോർട്ടന്റ് ആണ്, ഇതിലും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഒരു പ്ലാൻ കിട്ടും, എന്തായാലും ചോദിക്കും എക്സാമിന്.
അടുത്ത് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ പ്രൊഡക്ഷൻ ആണ്. അമൈൻ ഇങ്ങനെ മൂന്നാമത്തെ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് മൂന്നാമത്തെ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക? ഒരു നെയ്മഡ് റിയാക്ഷൻ ആണ്, പേരുള്ളൊരു റിയാക്ഷൻ ആണ്. ഹോഫ്മാൻ ബ്രോമൈഡ് degradation. Okay. ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ടീച്ചർമാർ പറയുന്നുണ്ടാകും ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ. നെയ്മഡ് റിയാക്ഷൻ എടുത്തെടുത്ത് തന്നെ പഠിക്കണം. നെയ്മഡ് റിയാക്ഷൻ ആണ് മറ്റേ റിയാക്ഷനിലെ പേരില്ലാത്ത റിയാക്ഷനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നെയ്മഡ് റിയാക്ഷൻ ആണ് കേട്ടോ. പേരെന്താണെന്ന് അവർ ചോദിക്കാറുണ്ട് എക്സാമിന്, അത്ര ഇമ്പോർട്ടന്റ് ആണ് ഓർഗാനിക്. അപ്പൊ ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ നമ്മൾ പറയാറുണ്ട്, ഡീഗ്രഡേഷൻ പറയാറുണ്ട്, റിയാക്ഷൻ പറയാറുണ്ട്. പേരിലുണ്ട് എന്തുണ്ട്? അമൈഡ് എന്നുണ്ട്, ശരിയല്ലേ? നമ്മൾ നേരത്തെ എന്താണ് അമൈഡ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമൈഡ് പഠിച്ചില്ലേ? എങ്ങനെ അമൈഡ് എഴുതുക? RC≡ONH2, ശരിയല്ലേ? അമൈഡ് എഴുതി. വെറും അമൈഡ് ആണോ? അല്ല, ബ്രോമൈഡ് ആണ് അല്ലെ? ബ്രോമിൻ ഉണ്ട് അവിടെ. അപ്പൊ പ്ലസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Br2 എന്ന് എഴുതാലോ. പേര് തന്നിരിക്കുന്ന പേര് വൃത്തിക്ക് വായിക്കുക. അമൈഡ്, ആദ്യം അമൈഡ് എഴുതി, പ്ലസ് ബ്രോമോ എന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് Br2, ബ്രോമിൻ ആഡ് ചെയ്യണം. നമ്മളൊരു അമൈഡിനെ അല്ലെങ്കിൽ ഒരു ബ്രോമൈഡിനെ NaOH വെച്ച് ട്രീറ്റ് ചെയ്യാം. NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, ശരിയല്ലേ? NaOH വെച്ചിട്ട് നമ്മൾ ഈ അമൈഡിനെയും ബ്രോമിനെയും ബ്രോമൈഡിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? എന്താണ് കിട്ടുന്നത്? എന്താണ്? അമൈനാണ്, ശരി. നമുക്ക് അമൈനാണ് കിട്ടേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് വരും? RNH2 വരും. അതായത് ഇവിടെ നമ്മുടെ ഈ സാധനം ഇല്ലേ, ഈ C≡O എന്ന് പറഞ്ഞ സാധനം, ഇത് അങ്ങനെ പോകും, ഡീഗ്രേഡ് ആവും. പേരിൽ തന്നെ ഉണ്ട് ഡീഗ്രഡേഷൻ. ഡീഗ്രേഡ് ആവുക എന്ന് പറഞ്ഞാൽ നശിച്ചു പോവുക അല്ലെങ്കിൽ പോവുക. അതായത് ഈ C≡O എന്ന് പറഞ്ഞ സാധനം അവിടെ നിന്ന് പോകും. അപ്പൊ ഇതും കൂടെ ജോയിൻ ആയില്ലേ? RNH2 ആയില്ലേ? RNH2 ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. കുറച്ച് ബൈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. Na2CO3 NaBr പ്ലസ് NaBr. ഈ ബൈ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിലും മെയിൻ പ്രൊഡക്റ്റ് പഠിക്കണം. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക. അതായത് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ ആണ്. അമൈഡ് എഴുതി, ബ്രോമിൻ എഴുതി, NaOH വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? ഈ C≡O എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ആയിട്ട് ഡീഗ്രേഡ് ആയി പോയി, ഡീഗ്രഡേഷൻ സംഭവിച്ചു. ആ പൊസിഷനിൽ എന്ത് വന്നു? അത് പോയി. നമ്മൾ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടും, അമൈൻ കിട്ടും. അപ്പൊ അമൈൻ പ്രൊഡ്യൂസ് ചെയ്തില്ലേ? ബൈ പ്രൊഡക്റ്റ് Na2CO3 NaBr. ഇതാണ് നമ്മുടെ അടുത്ത മെത്തേഡ് ഓഫ് അമൈൻ പ്രൊഡക്ഷൻ അല്ലെ, ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയ്മഡ് റിയാക്ഷൻ. നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്തതും നെയ്മഡ് റിയാക്ഷൻ ആണ് കേട്ടോ. അടുത്ത നെയ്മഡ് റിയാക്ഷൻ അടിപൊളി റിയാക്ഷൻ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിയാക്ഷൻ ആണ്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഓക്കെ, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെന്റൻസ് പോലെ പോകും, അതിങ്ങനെ അങ്ങനെ എഴുതിക്കൊണ്ടേ പോകുന്ന കുറച്ച് വലിയ റിയാക്ഷൻ ആണ്, പക്ഷെ പഠിച്ചാൽ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്തെഴുതണം? താലിമൈഡ് എന്താണെന്ന് അറിയാം അല്ലെ? ഈ താലിമൈഡ് എന്ന് പറഞ്ഞ സാധനം, അമൈഡ് ഉണ്ട് പക്ഷെ താലിമൈഡ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ആദ്യം പഠിക്കണം. അത് എന്താ പറയാ, വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചിത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബെൻസീൻ വരയ്ക്കണം. ബെൻസീൻ വരച്ചു. ഇനി ബെൻസീന്റെ ഈ പൊസിഷനിലും C≡O കൊടുക്കുക. C≡O കൊടുക്കുക. ഇനി ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ NH കൊടുക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? താലിമൈഡ് എന്ന് പറയുന്നത്. THALIMIDE, താലിമൈഡ്. ഈ താലിമൈഡിൽ നമ്മൾ ആദ്യം എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യണം എന്നറിയോ? KOH വെച്ച് ട്രീറ്റ് ചെയ്യണം. അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ, KOH വെച്ച് ട്രീറ്റ് ചെയ്യണം. KOH വെച്ച് ഞാൻ ഇതിനെ ട്രീറ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H ഇല്ലേ, ഈ Hന്റെ പൊസിഷനിൽ K വരും. ഈ Hന്റെ പൊസിഷനിൽ വരും K വരും. അപ്പൊ നമുക്ക് അതേ സംഭവം തന്നെ വരയ്ക്കാം. ആദ്യം ഞാൻ ബെൻസീൻ വരച്ചു. ബെൻസീന്റെ ഇവിടെ C≡O കൊടുത്തു, ഇവിടെയും C≡O കൊടുത്തു, ഇവിടെ N കൊടുത്തു, പിന്നെ Hന് വരെ എന്തോന്നു? K വന്നു. ഈ KOHന്റെ K വന്നു. ഇനി ഈ KOH, അതായത് ഈ K വന്നു കഴിഞ്ഞ സാധനത്തിൽ നമ്മൾ ഇനി അടുത്തത് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് RX വെച്ചിട്ടാണ്. RX എന്താണ് RX? അപ്പോ RX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഈ R എന്ന് പറയുന്നത് ആൽക്കൈലും ഈ X എന്ന് പറയുന്നത് ഹാലോജനും ആണ്. അവിടെ അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് ഹാലോജനും ഒരുപാട്
ആൽക്കൈൽസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ജനറലി നമ്മൾ പറയുന്നത് RX എന്നാണ്. മനസ്സിലായോ? അപ്പൊ RX എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. അപ്പൊ ഇതേ സാധനത്തിന്, അതായത് നമുക്ക് K എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, RX വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ Kന്റെ പൊസിഷനിൽ എന്ത് സംഭവിക്കുന്നു, R വന്നിട്ട് പ്ലേസ് ചെയ്യുന്നു. Kന്റെ പൊസിഷൻ മാറിയിട്ട് R വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബെൻസീൻ എന്ന് വരച്ചു, C ഡബിൾ ബോണ്ടോ N, Kക്ക് പകരം തന്നു R വന്നു. Kക്ക് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് ആയിട്ടുള്ള R വന്നു. ഇനി ഈ സാധനത്തിന് നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യണം? NaOH വെച്ച് ട്രീറ്റ് ചെയ്യണം. അക്വസ് NaOH വെച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അക്വസ് എന്ന് പറയാറില്ല, വെള്ളത്തിൽ കലർത്തിയിരിക്കുന്ന സാധനത്തിലുള്ള അക്വസ് എന്ന് പറയും. അപ്പോൾ അക്വസ് NaOH വെച്ച് നമ്മൾ ഇതിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇതേപോലെ തന്നെ വരയ്ക്കുക, ബെൻസീൻ റിംഗ് വരയ്ക്കുക, C ഡബിൾ ബോണ്ട് O ONA വരും പ്ലസ് RNH2. ഇത്രയും വലിയ സാധനമാണ്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ഇതാണ് നമ്മുടെ അമൈൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ റിയാക്ഷൻ ചെയ്ത് പഠിച്ചത്. അപ്പൊ ഇത് മെയിൻ പ്രൊഡക്റ്റ് ആണ്, ഇതാണ് ശരിക്കും പറഞ്ഞ ബൈ പ്രൊഡക്റ്റ്. നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ഇത് വിട്ടു പോകരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം എഴുതിയെന്ന് മാത്രം. അപ്പൊ എന്താണ് താലിമൈഡ് എന്ന് പഠിക്കുക? താലിമൈഡ് വെച്ച് ആദ്യം എന്ത് ട്രീറ്റ് ചെയ്യുന്നു? അപ്പൊ Hന് പകരം അവിടെ K വരുന്നു. ആ സംഭവത്തെ നമ്മൾ RX വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ Kക്ക് പകരം R വരുന്നു. അതിന് NaOH അക്വസ് NaOH വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ONA രണ്ട് ONA വരുന്നു പ്ലസ് RNH2. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പ്രൈമറി അമൈൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? പ്രൈമറി അമൈൻ അല്ലേ? 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ മാത്രമേ റിപ്ലേസ് ചെയ്തുള്ളൂ. അപ്പൊ ഇതാണ് പ്രൈമറി അമൈൻ. പ്രൈമറി അമൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു നെയ്മഡ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. മനസ്സിലായിട്ടുണ്ടോ?